സഭാ നേതൃത്വത്തിനെതിരായ BJP നേതാക്കളായ PC ജോർജിൻ്റെയും മകൻ ഷോൺ ജോർജിൻ്റെയും പരാമർശങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇന്ന് രംഗത്ത് വന്നു. ഭീഷണിയുടെ സ്വരം സഭയുടെ അടുത്ത് വിലപ്പോകില്ലെന്നും ചാനലുകളിൽ കയ്യടിക്ക് വേണ്ടി സംസ്കാരമില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. സഭ മിണ്ടാപ്രാണികളായി ന്യൂട്രൽ ആയിരിക്കണമെന്ന് ആരും കരുതേണ്ടതില്ല എന്നും പാലാ ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെയുള്ള വിമർശനങ്ങളെയും ബിഷപ്പ് പ്രതിരോധിച്ചു. പാലാ ബിഷപ്പ് കൂടി വിമർശനവുമായി രംഗത്തെത്തിയോടെ ഷോൺ ജോർജ് സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടെന്നും താൻ സഭയെയല്ല സഭയുടെ ഭാഗമെന്ന് പറയുന്ന മുഖപത്രത്തെയാണ് വിമർശിച്ചതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. സഭാ നേതൃത്വത്തെ ഒപ്പം നിർത്താനായി നിയോഗിച്ചവരുടെ പരാമർശങ്ങൾ തന്നെ ഒടുവിൽ BJPക്ക് തിരിച്ചടിയാവുകയാണോ? കാണാം RDX റാപ്പ്. PC ജോർജിനും മകൻ ഷോൺ ജോർജിനുമെതിരെ കടുത്ത ഭാഷയിലാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രതികരിച്ചത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മതനേതാക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. ചാനലുകളിൽ കയ്യടിക്ക് വേണ്ടി സംസ്കാരമില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ഭീഷണിയുടെ സ്വരം സഭയുടെ അടുത്ത് വേണ്ടെന്നും പാലാ ബിഷപ്പ് വ്യക്തമാക്കി. സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും ബിഷപ്പ് മറുപടി പറഞ്ഞു. ദീപിക സത്യം പറയുന്ന പത്രമാണെന്നും ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ക്രൈസ്തവരോട് ചെയ്തത് മറക്കരുതെന്നായിരുന്നു ഷോൺ ജോർജിന്റെ മറുപടി. FCRA നിയമം കൊണ്ടുവന്ന സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് കൂടി സഭ ആലോചിക്കണം. മൂനമ്പം വിഷയത്തിലും സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തിലും കോൺഗ്രസ് നേതാക്കൾ SDPIയുടെ കൂടെയാണ് നിന്നതെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. ദീപികയ്ക്കെതിരായ വിമർശനം ഷോൺ ഇന്നും ആവർത്തിച്ചു. സഭയ്ക്കെതിരായ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രസ്താവനകളിൽ BJP നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ വിഷയത്തിൽ ഇതുവരെ പരസ്യ പ്രസ്താവന നടത്താൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. PC ജോർജിന്റെ പരാമർശങ്ങൾക്കെതിരെ പേരെടുത്ത് പറയാതെ ആയിരുന്നു പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആഞ്ഞടിച്ചത്. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ലെന്നും പരസ്യമായി വോട്ട് ചോദിക്കാൻ സഭയ്ക്ക് അവകാശമുണ്ട് എന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മെത്രാന്മാരും വൈദികരും ന്യൂട്രൽ ആയിരിക്കണമെന്ന് പറയാൻ സാധിക്കില്ല എന്നും വിമർശനം മാന്യമായ ഭാഷയിലാവണമെന്നും പാലാ ബിഷപ്പ് പറഞ്ഞു. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. ചാനലുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു ചാനൽ ഭാഷ കയ്യടി അല്ലെങ്കിൽ ഒരു ചാനൽ സംഭാഷണ സംസ്കാരം സൃഷ്ടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. ആരെങ്കിലും നമ്മൾ അത്തരം തെറ്റുകൾ സമൂഹത്തെ അറിയിക്കണം. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടെന്നും താൻ സഭയല്ല സഭയുടെ ഭാഗമെന്ന് പറയുന്ന മുഖപത്രത്തെയാണ് വിമർശിച്ചതെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷോൺ ജോർജ് പറഞ്ഞു. FCRAയുമായി ബന്ധപ്പെട്ട ആകുലതകൾ ബിഷപ്പ് അറിയിച്ചുവെന്നും നിയമത്തിന്റെ തുടർ ചർച്ചയിൽ സഭയുടെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ആ ടീം CBCയുമായി ബന്ധപ്പെട്ട് CBCയുടെ ഒരു പ്രതിനിധി സംഘം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. അത് നിങ്ങളല്ലേ പറയുന്നത്, നിങ്ങളങ്ങനെ സഭയുടെ പത്രമാണ്, അതിനകത്ത് എത്രയോ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അത് മാത്രമല്ല, അത് പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു വശത്തോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ ഞാൻ ആക്ഷേപിച്ച ആക്ഷേപങ്ങൾ അതവിടെ നിൽക്കുകയാണ്. അതൊക്കെ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അവരത് പരിഗണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. സഭകൾക്കെതിരെ RSS വാരിക രംഗത്ത് വരികയും ചെയ്തു. FCRA നിയമ ഭേദഗതിക്കെതിരെ സഭകളും മെത്രാന്മാരും ഉറഞ്ഞു തുള്ളിയെന്നാണ് കേസരിയിലെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ BJPയെ പാഠം പഠിപ്പിക്കുമെന്ന് സഭകൾ വെല്ലുവിളിച്ചു എന്ന് ആ ലേഖനത്തിനകത്തുണ്ട്. സഭകൾ എന്നാണ് BJPയെ പിന്തുണച്ചിട്ടുള്ളതെന്ന് കേസരിയിലെ ലേഖനത്തിൽ ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. ഇല്ലാത്ത ആക്രമണങ്ങളുടെയും ചെയ്യാത്ത കുറ്റത്തിൻ്റെയും പേരിൽ സഭകൾ BJPയെ കുരിശിൽ തറച്ചു എന്ന ലേഖനത്തിൽ പറയുന്നു. സുവിശേഷ പ്രവർത്തനം എന്ന പേരിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന കുറ്റാരോപണം അതിനകത്തുണ്ട്. താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഭകൾ BJPയോട് ഒട്ടിനിന്നുവെന്ന് വിമർശനവും അതിനകത്ത് ഉണ്ട്. കേസരി വാരികയിൽ ഇത്രയുമാണ് നമ്മുടെ യോശുള്ള കാര്യങ്ങൾ. അതായത് ഒന്ന്, ഷോൺ ജോർജ് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്
നോക്കുകയാണ്. പക്ഷേ കേസരി ലേഖനം വായിച്ചാൽ RSSും സഭയും തമ്മിൽ തെറ്റി, സമ്പൂർണ്ണമായിട്ട് തെറ്റി എന്ന് തോന്നലുണ്ടാവുക. എന്താ? ഇല്ല, കേസരിയെ എനിക്ക് അത്ര വിശ്വാസം പോരാ. കാരണം കേസരി വിശ്വാസം പോരാന്നല്ല, കേസരി കൃത്യമായി RSSന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ് പറയുക. എല്ലാ സമയത്തും ഒരൊറ്റ നിലപാടാണ് അവർ പറഞ്ഞു പോയിട്ടുള്ളത്. ഈ ഐക്യമെല്ലാം ഇവിടെ നടക്കുന്ന സമയത്ത് കേക്കും കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കയറി ഇറങ്ങുന്ന സമയത്തും ഒക്കെ കേസരി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഇവിടെ ബിഷപ്പുമാർ കേക്കുമായിട്ട് അങ്ങോട്ട് പോകുമ്പോഴോ BJP നേതാക്കൾ കേക്കുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴോ ഒക്കെ കേസരിയിൽ എഴുതിയിട്ടുള്ളത് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ച സംഗതിയാണ് എന്നാണ്. ക്രിസ്മസിനെതിരെ, ക്രൈസ്തവ ആരാധനയ്ക്കെതിരെ, മതപരിവർത്തനം എന്നുള്ള നിലയ്ക്ക് ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ അതാണ് നടത്തുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടൊക്കെ തുടർച്ചയായ ലേഖനങ്ങൾ ഓർഗനൈസറിലും കേസരിയിലും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലപാടിനകത്ത് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ PC ജോർജിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ കല്ലറങ്ങാട്ടിൽ പിതാവ് ഇങ്ങനെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ആഞ്ഞടിക്കുന്നുണ്ട് ഷോൺ ജോർജിനെതിരെ. അത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ തമാശയാണ് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് 2021 ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കളത്തിലിറങ്ങിയ ആളാണ്. അതായത് യഥാർത്ഥത്തിൽ BJPയുടെ ആ ആരോപണങ്ങളും BJP മുന്നോട്ട് വച്ച ആ സംഗതിയെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അതേ കാര്യങ്ങൾ തന്നെ അവതരിപ്പിച്ച് ഇങ്ങനെ ഇത്തരം ഒരു പശ്ചാത്തലം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് കൃത്യമായ മുസ്ലിം വിരുദ്ധത പറഞ്ഞതാണ് ഇവരൊക്കെ. പല ബിഷപ്പുമാരുണ്ട്. നേരത്തെ പഴയ ഇടുക്കി ബിഷപ്പാണ് ഇത് തുടങ്ങി വെച്ചത്. അന്ന് ആനിക്കുഴിക്കാട്ടിൽ പിതാവ് അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹം തുടങ്ങി വെച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം അല്ല ഇതിൻ്റെ തുടക്കക്കാരൻ. അത് സംഘപരിവാറിൻ്റെ പ്ലാനാണ്. അവിടെ നിന്ന് വന്നതാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു വെബ്സൈറ്റിൽ ആദ്യം പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം ഇവിടെ അത് ആവർത്തിക്കുകയും കേരളാമൂതി പത്രം എടുത്തെഴുതുന്നു. പിന്നീട് ഇവിടെ ഈ ബിഷപ്പുമാരെല്ലാവരും അത് ആവർത്തിക്കുന്നു. അങ്ങനെ വന്ന ഒരു സംഗതിയാണ്. ആ ജിഹാദിനൊപ്പം ഓർക്കുന്നുണ്ടോ, പാലായിൽ ഇത് പറഞ്ഞതുപോലെ അവിടെ ലവ് ജിഹാദ് ഉണ്ട്, അതുമാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ്, ഫുഡ് ജിഹാദ് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞ കക്ഷികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സംഗതികളിൽ അപ്പോൾ അതൊക്കെ പറയുമ്പോഴാണ് ഇവിടെ വലിയ സാധ്യത. അപ്പോൾ PC ജോർജും ഷോൺ ജോർജും സംഭവിച്ചത് എന്താണ്? അവർക്ക് സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല കേരള കോൺഗ്രസ്സുകാരായിരുന്നു, ക്രൈസ്തവ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിരുന്നു. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവരൊക്കെ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 2021 അന്ന് തന്നെ ഇവരൊക്കെ ഇത് പറയുന്ന സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ ഏതായാലും 2021 തെരഞ്ഞെടുപ്പോടെ ഏതാണ്ട് കളം പൂർണ്ണമായും നഷ്ടപ്പെട്ട PC ജോർജ് പതുക്കെ BJPയിലേക്ക് കളം മാറ്റി ചവിട്ടി. അവിടെ ഒരു സാധ്യത കണ്ടു. ആ സാധ്യത BJP മറ്റൊരു തരത്തിൽ വളരുന്നു എന്നുള്ളത് ബിഷപ്പുമാർ ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തെന്ന് BJP തന്നെയാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ വലിയൊരു വലിയ കാസ മാത്രമല്ല, ഈ ദീപികയോട് എന്തിനാണ് ഈ കലി? നമ്മൾ തന്നെ ചർച്ച ചെയ്തല്ലോ. ദീപികയുടെ ഓൺലൈൻ കാസയുടെ മുഖപത്രം, ദീപിക ക്രൈസ്തവരുടെ മുഖപത്രമാണെങ്കിൽ കാസയുടെ മുഖപത്രം ഏതായിരുന്നു? ദീപികയുടെ ഓൺലൈൻ ആയിരുന്നു എന്ന മട്ടിലാണ് ഏതാണ്ട് പ്രവർത്തിച്ചു വന്നത്. ആ കുട്ടികളുടെ പരിപാടി നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, വർഗീയത പ്രസരിപ്പിക്കുന്ന പരിപാടി. അങ്ങനെ നിരന്തരം RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആ ഒരു പ്രൊപ്പഗാൻഡ മെഷീനായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വലിയ പ്രതീക്ഷയല്ലേ? ഈ പ്രതീക്ഷ നിപ്പിൽ തകടം പറയുക. തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും സംഗതി FCRA വരുന്നു. FCRA വരുന്നത് തന്നെ അതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായും ഇടപെട്ടിട്ടുണ്ടാവാം. ഷോൺ ജോർജ് അടക്കം ഇടപെട്ടിട്ടുണ്ടാവാം. കാരണം ഇത് ഈ സമയത്ത് കൊണ്ടുവരരുത്, ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ എന്തായാലും പറ്റില്ല. ഇപ്പോൾ അതിനകത്ത് കൂടുതൽ കടുപ്പിക്കരുത് എന്നുള്ള ഇടപെടലുണ്ടാവും. ആ ഇടപെടലുണ്ടായിട്ടും ദീപിക ഇങ്ങനെ കോൺഗ്രസ് അനുകൂലമായി എഴുതി എന്നുള്ളത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം പ്രതീക്ഷയോടെ നിൽക്കില്ലേ തെരഞ്ഞെടുപ്പ് വേദിയിൽ. അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, പാലായിലും പൂഞ്ഞാറിലും വിജയിച്ചു വരുമെന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ കൂടി പാലായിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പൊതുവെ റിപ്പോർട്ടുകൾ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവിടെ BJPയുടെ സാന്നിധ്യമുണ്ട് ഷോൺ ജോർജിൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിലേറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ അവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ കൂടിയാണല്ലോ. അല്ലാതെ അവിടെ ജയിച്ചു വരാനൊന്നും സാധ്യമല്ല. അത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണെന്നല്ല, പക്ഷേ ക്രൈസ്തവ വോട്ടുകളില്ലാതെ അങ്ങനെ ജയിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഇങ്ങനെ ഒരു സംഗതി വരുന്നത്. FCRA അതിലാകെ പതറിപ്പോയി. പിന്നെ അവർക്ക് അവരുടെ ഭാഷയിലെ പ്രതികരിക്കാൻ പറ്റൂ. PC ജോർജിനോട് ഇനി പോയിട്ട് എന്താണ് മലയാളം രണ്ടാമത് പഠിച്ചിട്ട് മഹാനുഭാവന്റെ PC ജോർജിന്റെ ഭാഷയിൽ പ്രതികരിച്ചു. ഷോൺ ജോർജ് കുറച്ചുകൂടി പക്വമായിട്ടാണ് പ്രതികരിച്ചത്. താരതമ്യേന സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയും വേണ്ട എന്നൊക്കെയുള്ള മട്ടിലുള്ള ദീപികയ്ക്കെതിരെ എന്നുള്ള മട്ടിലാണ് അതിനെ പ്ലേസ് ചെയ്തത്. PC ജോർജ് അങ്ങനെയല്ല, നേരിട്ട് ബിഷപ്പുമാരെ തെറി വിളിക്കുകയായിരുന്നു. അത് നേരത്തെയും ചെയ്തിട്ടുണ്ട് PC ജോർജ്. അപ്പോൾ PC ജോർജിന്റെ കാര്യത്തിൽ സഭ വീണ്ടും ക്ഷമിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
തോന്നുന്നു. കാരണം ഇത് പതിവായി ആവർത്തിക്കുന്നതായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് PC അല്ലേ എന്ന്. അതെ PC ജോർജിന് ഇത് ചാനലുകൾക്ക് വേണ്ടിയാണ് പറയുന്നതെന്നാണ് ബിഷപ്പ് കരുതിയിരിക്കുന്നത്. അങ്ങനെയല്ല, ചാനലുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. PC ജോർജിൻ്റെ ഭാഷ ചാനലുകളിലൂടെ നാട്ടുകാർ അറിയുന്നു, കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ചാനലുകൾക്ക് വേണ്ടി പറഞ്ഞതല്ല. PC ജോർജിൻ്റെ അടിസ്ഥാന ഭാഷ ഇതാണ്. ഒരു ചാനലും ഇല്ലാത്തടത്ത് മൈക്ക് കെട്ടി തെറി പറയുന്ന ആളാണ് PC ജോർജ്. പൂഞ്ഞാറിൽ നമ്മൾ കണ്ടതാണ്. വോട്ട് ചോദിക്കുന്നവരോട് എന്താണ് നമുക്ക് എന്താണ് നിഘണ്ടുവിലില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ച് വോട്ട് ചോദിക്കാനുള്ള ശേഷി കാണിക്കുന്ന ആളാണ് PC ജോർജ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അയാളുടെ ഭാഷയിൽ പ്രതികരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആത്യന്തികമായി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഇപ്പോൾ വളരെ ക്രൈസ്തവ വിഭാഗത്തോട് കുറച്ച് എന്താണ് അനുകൂലമായ നിലപാടാണ് എപ്പോഴും പ്രധാനമന്ത്രി അടക്കം പറയുക, നിരന്തരം പ്രഖ്യാപിക്കുക. അത് സ്വാഭാവികമായും കാരണം എന്താണ്, നോർത്ത് ഈസ്റ്റിൽ ക്രൈസ്തവർക്ക് വലിയ സ്വാധീനശേഷിയും ഭൂരിപക്ഷവുമുള്ള പ്രദേശങ്ങളിലൊക്കെ BJPക്ക് കൂടി പങ്കാളിത്തമുള്ള സർക്കാരുകൾ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ, അതായത് അങ്ങനെയാണ് അവിടെ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗോവയിൽ വലിയ സ്വാധീനശേഷിയുണ്ട് ക്രൈസ്തവർക്ക്, പക്ഷേ 25% ക്രൈസ്തവരുള്ള സ്ഥലമാണ് അവിടെ. പക്ഷേ അവരെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ രൂപീകരണത്തിലൊക്കെയുള്ള സാധ്യത അവർ തരുന്നുണ്ട്. കേരളത്തിൽ ക്രൈസ്തവരാണ് ഒരുപക്ഷെ BJPയെ കൈപിടിച്ചുയർത്തുക എന്നുള്ള പ്രതീക്ഷയിൽ ആ നിലയ്ക്കുള്ള ഓപ്പറേഷൻസ് ഇവിടെ നടത്തുന്നുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളിൽ എന്താ അവസ്ഥ? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്കോ ഉത്തർപ്രദേശിലേക്കോ ബീഹാറിലേക്കോ ജാർഖണ്ഡിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നിടി കൊള്ളുകയാണ് ക്രൈസ്തവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ മാറ്റിവെച്ചിട്ട് ഈ സ്വാധീനശേഷിയുള്ള സ്ഥലങ്ങളിലെ ഐക്യപ്പെടലിനെ ഈ ക്രൈസ്തവർക്ക് പൊതുവെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അല്ല, വളരെ കുറച്ച് പേർക്ക് സഭയുടെ കൂടി നേതൃത്വത്തിൽ വരുത്തിയിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധതയെ എൻകാഷ് ചെയ്യാം എന്നാണ് അവർ വിചാരിച്ചത്. അത് തൽക്കാലം നടന്നില്ല. അതിൻ്റെ നിരാശയും സങ്കടമൊക്കെ ഉള്ളൂ. അത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഈ ബേസിക് ആയിട്ടുള്ള ചില സംഗതികളുണ്ടല്ലോ രാഷ്ട്രം. അതായത് അടിസ്ഥാന ഗ്രന്ഥത്തിലുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ച RSSനില്ല. കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ആഭ്യന്തര ശത്രുക്കളാണ് എന്ന കാര്യത്തിൽ അവർക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇത് അഡ്ജസ്റ്റ്മെൻ്റാണ്. അതായത് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രമാണ് അവർക്ക് വന്ന് അധികാരം പിടിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മുസ്ലിങ്ങളെ കിട്ടില്ല. പിന്നെ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവനായിട്ട് ഇങ്ങോട്ട് എടുക്കാം മറ്റു പല ഇടങ്ങളിലും എന്ന പോലെ നടക്കില്ല. അപ്പോൾ പിന്നെ ക്രൈസ്തവരാണ് കിട്ടാവുന്ന. ആ കിട്ടാവുന്ന പാകത്തിന് അതാണല്ലോ കേസരിയിൽ ഞങ്ങളെ കൊതിപ്പിച്ചിട്ട് ഇങ്ങനെ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വാക്കുണ്ട് അതിനകത്ത്. അതായത് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പക്ഷേ പിന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ വോട്ട് തരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല, കൂടെ തൊഴിലായിട്ടില്ല എന്ന് രോഷത്തോടെ കേസരിയിൽ ലേഖൻ എഴുതുന്നുണ്ട്. സംഗതി വസ്തുതയാണ്. അതായത് ഈ കാസ വഴിയൊക്കെ ഒരു ഘട്ടത്തിൽ ക്രൈസ്തവരുടെ വോട്ട് അപ്പാടെ തന്നെ മറിയുകയാണ്. സുരേഷ് ഗോപി ജയിക്കുകയും കൂടി ചെയ്തതോടെ സമ്പൂർണ്ണമായി ഇതാ വന്നു അങ്ങനെ ഒരു സുവർണ്ണ കാലം എന്ന് വിചാരിച്ചെടുത്തു. പക്ഷേ എന്ത് സംഭവിച്ചു? ഇവർ ആ രീതിയിലേക്ക് വീണ്ടും പ്രതികരിച്ചില്ല. നേരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഈ കോൺഗ്രസിനെയും UDFനെയും തേടി തന്നെ പോയി എന്ന കഥയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് കേസരി ലേഖനം എഴുതിയ ആൾ മനസ്സിലാക്കേണ്ടത് അത് സത്യത്തിൽ ക്രൈസ്തവ സഭകളുടെ കുഴപ്പമായിട്ടില്ല. സഭ വേണം അങ്ങോട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം അതിനകത്ത് മറ്റൊരു തമാശ കൂടി ഉണ്ട്. പക്ഷേ അതായത് സഭകൾ സഭാ മേലധ്യക്ഷന്മാരൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കണം എന്ന് ശഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് PC ജോർജിനോട് ഈ പറയുന്ന ദീപികയും കല്ലറങ്ങാട്ട് പിതാവും. അപ്പോൾ അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ന്യൂട്രൽ അല്ലാന്ന് പിന്നെ കേരളത്തിൻ്റെ ചരിത്രകാലത്തോളം അറിയാലോ. ഈ വിമോചന സമരം എന്ന് പറയുന്ന സംഗതി എന്താണെന്നല്ല അറിയാത്ത ആളുകളുണ്ടോ കേരളത്തിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ? ഏത് കാലത്തായിരുന്നു സഭ ന്യൂട്രലായിരുന്ന ആളുകൾ ആയിരുന്നത്? ഏത് കാലത്തായിരുന്നു സഭാ പിതാക്കന്മാർ ന്യൂട്രലായിരുന്നത്? അല്ല, അവർക്ക് രാഷ്ട്രീയം എക്കാലത്തുണ്ടായിരുന്നത് വളരെ ലൗഡായിട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഈ UDFനോട് ചേർന്ന് നിന്നാണ് എല്ലാ കാലത്തും നിന്നിരുന്നെങ്കിലും ഇതൊരു മാറ്റം വരികയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തു കേസരി ലേഖനം എഴുതിയ ഈ RSS പ്രവർത്തകനടക്കമുള്ള ആളുകൾക്ക്. പക്ഷേ എന്ത് സംഭവിച്ചു? അപ്പം പക്ഷേ അത് അവിടെ ഇവരോട് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ ഉണ്ടായത്? ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിലും മറ്റും എന്താ കാണുന്നതെന്ന് കണ്ണ് തുറന്ന് കാണുകയാണ് പിതാക്കന്മാർ. എന്താ സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾ മതപരിവർത്തനം നടത്തുന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് രാഷ്ട്രീയമായിട്ടും ആശയപരമായിട്ടും നിങ്ങൾ ആഭ്യന്തര ശത്രുക്കളാണ് കേട്ടോ എന്ന് മൈക്കേട്ടി പ്രസംഗിക്കുകയല്ല. ഹർഷൻ പറഞ്ഞതുപോലെ ഇടിക്കുകയാണ്, കുനിചേർത്ത് ഇടിക്കുകയാണ്, പള്ളികൾ പൊളിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയ നിലപാട് എടുത്തിട്ട് ചിരപുരാതന കാലത്തോളം രാഷ്ട്രീയ നിലപാട് കൃത്യമായിട്ട് എടുക്കാൻ ശേഷിയുണ്ട അതെടുത്തിട്ടുള്ള ഈ സഭാപിതാക്കന്മാരോട് നിങ്ങളെ ഇടിക്കുന്ന ആളുകൾക്കൊപ്പം തന്നെ നിൽക്കണം എന്ന് കേസരി ലേഖനം എഴുതിയ ആൾ പറയാൻ പാടില്ല. അപ്പോൾ ഇത് ഇവരുടെ കുഴപ്പമല്ല. RSS ആ ഒരു വഴി കാണിച്ചു കൊടുത്തില്ല. ഇപ്പോൾ FCRA വരുന്നു. FCRA വരുമ്പോൾ പിന്നെ കേരളത്തിലെ ക്രൈസ്തവരെ മാത്രമല്ല അവരുടെ പ്രശ്നം. അവർ മറ്റെല്ലായിടത്തും ആഭ്യന്തര ശത്രുക്കളോടുള്ള നിലപാട് അത് പരിഹരിക്കുന്നത് എങ്ങനെ എന്നതിന് പല തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ സഭ സ്വാഭാവികമായിട്ടും പിൻവലിഞ്ഞു.
പി സി ജോർജിൻ്റെ കാര്യം ഹർഷൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ വഴികളും അടഞ്ഞിട്ട് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി ആദ്യം CPM കാരനായിരുന്നു, പിന്നീട് കോൺഗ്രസ് പോയിട്ട് പിന്നെ BJP പോയി. അതുപോലെ പി സി ജോർജിൻ്റെ അവസാനത്തെ വഴിയായിരുന്നു ഈ BJP. പക്ഷേ അദ്ദേഹം ആകെ രോഷാകുലനായി, ഇനിയിപ്പോൾ ഇത് നടക്കില്ലല്ലോ എന്ന പ്രശ്നമായി. പക്ഷേ ഷോൺ ജോർജിന് അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യൗവന കാലത്തൊക്കെ അധികാര പദവികളിലൊക്കെ പല വിധത്തിലൂടെ തന്നെ വന്ന ആളാണ്. പക്ഷേ ഷോൺ ജോർജ് അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഷോൺ ജോർജിന് ഈ പാർട്ടിയോടും ഈ രാഷ്ട്രീയ സംവിധാനത്തോടും ചേർന്ന് നിൽക്കേണ്ട ആവശ്യകത ദീർഘകാലത്തേക്കുണ്ട്. എന്ന് മാത്രമല്ല, ഇവർക്കിടയിൽ ബ്രിഡ്ജാകാനുള്ള ഇനിയും കാലമുണ്ട് തനിക്ക് എന്ന് അദ്ദേഹം, ഇവർക്കിടയിൽ ബ്രിഡ്ജാകാനുള്ള ആളാണ് താൻ എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ രോഷം ദീപികയോടാണ് കേട്ടോ, നാളെ ഇപ്പോൾ ദീപികയിൽ ആ ലേഖനം എഴുതിയ കുറച്ച് ആളുകൾ കുഴപ്പക്കാരുണ്ട്, അത് UDF വേണ്ടി എഴുതിയതാണ് എന്ന മട്ടിൽ പറഞ്ഞിട്ട് അദ്ദേഹം ഞാനിത് പക്ഷേ ഇതൊന്ന് പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ്, സഭയോട് ഞങ്ങൾക്ക് പിണക്കമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. ഷോൺ ജോർജ് ആ നിലയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ളൊരു ബുദ്ധി പൂർവ്വമായിട്ടുള്ള നിലപാടുകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല എന്ന് എനിക്ക് വർഷം ഇത് കാണുന്ന ആളുകൾക്കെല്ലാം അറിയാമല്ലോ. അതായത് ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല എന്ന ഒരു രോഷം RSS ഉണ്ടായിട്ടുണ്ട്. കുറേ നേരം ഈ മുന്തിരിക്ക് വേണ്ടി ചാടി നോക്കിയ ഈ ചങ്ങാതി ഇത് ഭയങ്കര പുളിപ്പുള്ള മുന്തിരിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു പോകുന്നത് പോലെ രോഷത്തോടെ ഇത് പുളിപ്പുള്ള മുന്തിരിയാണെന്ന് പറഞ്ഞിട്ട് RSSും സംഘപരിവാര സംഘടനകളും തിരിച്ചു പോകുമോ എന്ന ഒരു ആലോചനയാണ് ഉള്ളിലേക്ക് വരിക. പക്ഷേ അങ്ങനെ പോയാൽ കേരളം പിടിക്കാൻ മറ്റൊരു വോട്ട് ബാങ്ക് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പരിഹരിച്ച് പിന്നെയും ഇവരിങ്ങനെ ഒരു സ്നേഹദ്വേഷ ബന്ധത്തോടു കൂടി പോകും. ഓൺലൈനിൽ ദീപികയുടെ ഓൺലൈനിൽ ഇനിയും ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള കണ്ടൻറ്റ് നിറയെ ധാരാളമായിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ആളുകൾപ്പെട്ട ആളാണ് ഞാൻ. നമുക്കിത് അവസാനിപ്പിക്കാം. FCRA ബില്ലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രസ്താവനകളും BJP ആകെ കുഴക്കുകയാണ്. ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ അതൃപ്തി അറിയിച്ചാണ് വിഷയത്തിൽ ഷോൺ ജോർജ് ആദ്യം രംഗത്ത് വരുന്നത്. എന്നാൽ ഷോണിന് പിന്തുണയുമായി പിതാവ് PC ജോർജ് എത്തുകയും പരാമർശങ്ങൾ പതിവ് പോലെ അധിക്ഷേപത്തിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇതിന് പുറമെയാണ് PC ജോർജ് നിഷ്പക്ഷൻ എന്ന ലേബൽ നൽകിയ പാലാ ബിഷപ്പും പരാമർശങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സഭ തങ്ങളെ പൂർണ്ണമായി കൈവിടുന്നു എന്ന ബോധ്യമായതോടെയാണ് ഷോൺ ജോർജ് സഭാ ആസ്ഥാനത്തേക്ക് നേരിട്ട് പോകുന്നത്. ചർച്ചയ്ക്ക് ശേഷവും ഷോണിൻ്റെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. FCRAയുടെ അടുത്ത ഘട്ട ചർച്ചകൾക്ക് സഭാ നേതാക്കളും പങ്കെടുക്കുമെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയെങ്കിലും ഇതിലും എത്ര കണ്ട് ഫലമുണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.